സത്യത്തിൽ ഈ പുസ്തകം എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു സംരംഭം, ഈ ഒരു ശ്രമം, ഇത് നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തുണ്ടായതാണ്. ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രസംഗ പരിശീലന പുസ്തകമാണെങ്കിലും അതിലേക്കുള്ള കുറച്ച് കഥകളാണെങ്കിലും ഇപ്പോൾ ഈ രക്ഷിതാക്കൾക്കുള്ള ഒരു ക്ലാസ് നമുക്കിങ്ങനെ ഇപ്പോൾ ഈ തിരക്ക് പിടിച്ചൊരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഇവിടെ വന്ന് ഇരുന്നു കൊണ്ട് ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് വാട്സപ്പിലൂടെ നമ്മൾ സംഘടിപ്പിച്ചു ഒരു മാസത്തെ ഒരു കോഴ്സ്. ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് PM-ൽ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു പുസ്തകമായിട്ട് ഇറക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ റസിയ കട്ടുപ്പാറ, അതുപോലെ തന്നെ നമ്മുടെ വാഹിദ് സാറ്, സ്വാലിഹ് സാർ, ഇങ്ങനെ കുറേ ആളുകൾ. ഇത് നമ്മുടെ വാട്സപ്പിൽ ആ ക്ലാസ് പോലെ ഒരു ദിവസം ഒരു അധ്യായം മാത്രമാണ് വായിക്കേണ്ടത്. ഒരു ദിവസം ഒരു അധ്യായം വായിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ രക്ഷാകർതൃത്വവുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ഇതിൽ നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ മക്കളുമായിട്ട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ ചിന്തിച്ച് എന്തെങ്കിലും ഒന്ന് മാറ്റം വരുത്തുകയാണെങ്കിൽ അത് ഇവിടെ എഴുതി വെക്കണം. ഏറ്റവും ലാസ്റ്റ് പ്രവർത്തന പദ്ധതി എന്നൊരു പദ്ധതിയുണ്ട്. ഒന്നാമത്തെ അധ്യായം ഒന്ന് വായിച്ച ശേഷം 1-2 പ്രാവശ്യം വായിച്ച ശേഷം എന്തെങ്കിലും നമുക്ക് മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ കിട്ടിയാൽ അതൊന്നും ഇവിടെ കുറിച്ചില്ല. അതാ ചെയ്യേണ്ടത്. പിന്നെ പിറ്റേ ദിവസമാണ് 2ാമത്തെ അധ്യായം വായിക്കേണ്ടത്. 2ാമത്തെ അധ്യായം വായിച്ച ശേഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മക്കളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുക. ഇങ്ങനെയാണോ ഞാൻ എൻ്റെ മക്കളുമായിട്ട് പെരുമാറുന്നത്? ഇതാണോ എൻ്റെ ശൈലി? ഇതിൽ മാറ്റം വരുത്താൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്ക് മാറ്റം വരുത്തേണ്ടതാണ് എങ്കിൽ മാറ്റം വരുത്തിയെങ്കിൽ അത് താഴെ വീണ്ടും എഴുതുക. അങ്ങനെ 27 അധ്യായം, ശരിക്കും നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിൽ 30 അധ്യായമായിരുന്നു. അത് പിന്നെ എഴുതുമ്പോൾ നമ്മൾ അത്ര നീട്ടി വലിച്ച് നമ്മൾ ആ പറയും പോലെ വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ചുരുക്കിയതാണ്. ഉസ്താദ് പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ നീട്ടി വലിച്ച് പറയും, പക്ഷേ എഴുതുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ. എഴുത്ത് ഭാഷ വേറെയാണ്, സംസാര ഭാഷ വേറെയാണ്. അപ്പം അതുകൊണ്ട് 30 അധ്യായം എന്നുള്ളത് ഒരു 3 അധ്യായം കുറച്ചിട്ട് 27, 30 അധ്യായം ഉണ്ട്. അത് പിന്നെ നമുക്കതിൽ ആമുഖവും അവതാരികയും മറ്റ് വായനക്ക് മുമ്പ് പിന്നെ ഏറ്റവും ഒടുവിൽ വായനക്ക് ശേഷം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുമ്പോൾ 30-ലധികം ഉണ്ടാകും. പക്ഷേ അധ്യായങ്ങൾ 27 അധ്യായമുള്ളൂ. അത് ഓരോന്നും വായിച്ച് അതിൽ നമ്മുടെ മാറ്റങ്ങൾ ഇവിടെ എഴുതി വെക്കണം. പിന്നെ അടുത്ത ദിവസമാണ് അടുത്ത അധ്യായം വായിക്കേണ്ടത്. അങ്ങനെ ഈ പുസ്തകം വായിച്ച് തീർക്കേണ്ടത് 1 മാസം കൊണ്ടാണ്. 1 മാസം കൊണ്ട്. ആ 1 മാസം കൊണ്ട് വായിച്ച് തീർക്കുമ്പോൾ നമ്മിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഫീൽ ചെയ്യണം. നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ഭാര്യയോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നമ്മുടെ സുഹൃത്തുക്കളോട്, ഒരു അധ്യാപകരാണെങ്കിൽ അവിടെ മറ്റ് അധ്യാപകരോട്. എന്നിട്ട് നമുക്ക് ആ സമയത്ത് പറയുകയും ചെയ്യാം, ഇതിനൊക്കെ പറ്റുന്ന ഒരു പുസ്തകം ആർട്ട് ഓഫ് പാരൻറ്റിങ്, രക്ഷാകർതൃത്വം എന്ന കല, എങ്ങനെ ഒരു നല്ല പാരൻ്റ് ആവാം, അതിനെ പറ്റിയൊരു പുസ്തകമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇത് ഉപകരിക്കും. പിന്നെ മറ്റൊന്നുകൂടി പറയാനുള്ളത്, ഈ പാരൻറ്റിങ് ക്ലാസ്സൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ഉപകാരമാണ്. ഒരുപാട് ആളുകളുണ്ടാവും, ട്രെയിനർമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ പുസ്തകം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ചിട്ടയായിട്ട് ഇങ്ങനെ എവിടുന്ന് ആരംഭിക്കണം, ഒരു പാരൻറ്റിങ് ക്ലാസ് നമ്മൾ ആരംഭിക്കേണ്ടത് എവിടുന്നാണ്, എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കണം, അതിൽ നമുക്ക് ഭൗതികമായി മതപരമായിട്ട് എന്തൊക്കെ പറയാൻ പറ്റും, അതിന് പ്രത്യേകമായിട്ട് ഉസ്താദ് പറഞ്ഞ പോലെയാണ് അതിൽ ഇസ്ലാമിക് സൈക്കോളജി എന്നൊരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഗസാലി ഇമാമിൻ്റെ കുറേ ചിന്തകളുണ്ട്. ലാഹിബിബിനൊക്കെ സബൻ അദ്ദിബുഹു സബൻ സാഹിബുഹു സബ എന്ന് പറയുന്ന ആ 3 ഏടുകളെ എങ്ങനെ പരിപാലിക്കണം, കുട്ടിക്ക് എത്ര സമയമാണ് നമ്മൾ കൊടുക്കേണ്ടത്, അങ്ങനെ കുറേ ടിപ്സുകൾ. ഏറ്റവും അവസാനം ഒരു 50 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കിയത് ഏറ്റവും അവസാനം 121-ാമത്തെ പേജിൽ 121-ാമത്തെ പേജിൽ നിങ്ങൾ ഒരു നല്ല രക്ഷിതാവാണോ നമുക്ക് പരിശോധിക്കാം. അതിൽ 50 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ യെസ്, അതെ, ഓക്കെ എന്ന് ഉത്തരം കിട്ടുന്ന രീതിയിൽ, എല്ലാ ചോദ്യങ്ങൾക്കും യെസ് കിട്ടിക്കൊള്ളണമെന്നില്ല, അതിൽ വിഷമിക്കും വേണ്ട, എങ്കിലും പരമാവധി യെസ്, ഓക്കെ എന്ന രീതിയിൽ നമ്മുടെ മറുപടി എത്തും വരെ നമ്മൾ നമ്മുടെ രക്ഷാകർതൃത്വ രീതി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ കല്യാണം കഴിക്കാനൊക്കെ പോകുന്ന നമ്മുടെ മക്കൾ, കല്യാണം കഴിച്ചു വന്ന നമ്മുടെ മരുമക്കൾ, അവർക്കൊക്കെ ഒന്ന് വായിക്കാൻ കൊടുക്കുക, ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട്. എന്നാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ മക്കളാൽ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളാൽ പ്രയാസപ്പെടുന്ന മക്കളുമുണ്ട്.